രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 6ാമത്തെ ദശകമാണ്, 8ാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കുന്നത്. 63ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളതൊക്കെ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്കാണ് നാരായണീയം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ കയ്യിലെത്തുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ കൃഷ്ണന്റെ കാമുകിയും ഹ്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉള്ളത് നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് കിട്ടും ചൊവ്വാഴ്ച. ബുധനാഴ്ച മരണത്തിന്റെ രഹസ്യം തേടിയുള്ള യാത്രയാണ്. മരണത്തെ കീറി മുറിച്ച് പരിശോധിച്ച ഒരേ ഒരു പുസ്തകമേ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ കഠോപനിഷത്താണ്. അതിൻ്റെ ക്ലാസ്സാണ്. വ്യാഴാഴ്ച സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച മോക്ഷത്തിന് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതല്ല, കൊല്ലത്ത് ചേർന്ന് പഠിക്കണം, ഞാൻ കൊല്ലത്തുള്ളയാണ്, ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസ സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം പ്രത്യേകം ഉണ്ട്. പലയിടത്തുനിന്നും എൻ്റെ അടുത്ത് ആളുകൾ വന്ന് പഠിക്കുന്നതുമുണ്ട്. പിന്നെ ജ്യോതിഷപരമായ ഉള്ള കാര്യങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതെല്ലാം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. നിങ്ങൾ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യം ആയിരിക്കും. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും അത് കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞുണ്ട്. അമ്പലത്തെക്കുറിച്ച്, ടെമ്പിൾസിനെ കുറിച്ചുണ്ട്. അസ്ട്രോളജി, ജ്യോതിഷം എന്നും പറഞ്ഞ് ഞാൻ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീബുദ്ധനെ കുറിച്ചുള്ളതുണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ.
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പം നമുക്കിത് ആരംഭിക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണണം. അതുകൂടാതെ തന്നെ രാധിക കവചൻ 2 ഉണ്ട്, അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. രാധാ സഹസ്രനാമവും വരികൾ ഉൾപ്പെടെയും ഇട്ടിട്ടുണ്ട്, അതല്ലാതെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ നമുക്കുള്ള നാരായണീയം പാടിത്തരുന്നത് ഇതിനകം വെച്ച് നിങ്ങളുടെ എല്ലാം ഹൃദയം കവർന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാം വളരെയേറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞ നമ്മുടെ കൃഷ്ണശ്രീ രാധേ രാധേ ചാനലിന് ഒരു മുതൽക്കൂട്ടാണ് ഈ കൃഷ്ണശ്രീയും നമ്മുടെ കൃഷ്ണപ്രിയയും പിന്നെ നമ്മുടെ റിജിനയും ജിജിനയും, അങ്ങനെ ഇവരൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. കൃഷ്ണശ്രീയാണ് ഇന്നത്തെ ഗാനം ആലപിക്കുന്നത്. കൃഷ്ണശ്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഹാർഡ് വർക്കറാണ്, ഹാർഡ് വർക്കർ. സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാള്. എനിക്കുള്ള ഏറ്റവും വലിയ ഇഷ്ടം അതാണ്. ഇപ്പം വീണ്ടും സംഗീതം വീണ്ടും പഠിക്കുകയാണ്, റിസർച്ച് നടത്തുകയാണ് സംഗീതത്തിന്. അങ്ങനെ സംഗീതത്തിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴും ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിത അവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു ബുദ്ധിമാന്റെ ലക്ഷണം. അത് തന്നെയാണ് നമ്മുടെ കൃഷ്ണശ്രീയും ഇപ്പോൾ കാണിക്കുന്നത്. കൃഷ്ണശ്രീ വീണ്ടും പാട്ടിന്റെ ഉയരങ്ങളിലേക്ക് കയറുകയാണ്. അതിനെക്കുറിച്ച് വീണ്ടും 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 പഠിക്കാൻ ശ്രമിക്കുകയാണ്. ചുമ്മാതല്ല നമ്മുടെ കൃഷ്ണശ്രീ ആൾ ഇന്ത്യ റേഡിയോയുടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റും ജനൻ ടിവിയുടെ പാടു നീടു വിന്നറും ഏഷ്യാനെറ്റിന്റെ സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റും ഫ്ലവർ ടിവിയുടെ മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പും പ്ലേബാക്ക് സിംഗറും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് സ്റ്റേജ് പെർഫോമർ ടീച്ചർ വോയിസ് ട്രെയിനർ, ഇതൊക്കെ എങ്ങനെ ഒരാൾക്കാകാൻ പറ്റുമെന്ന് ആലോചിച്ചു നോക്കെ. ഈ എല്ലാ ഗുണങ്ങളും കൂടെ ഒത്തുചേർന്ന ഒരു അസാധാരണമായ കലാകാരി. അതിനേക്കാൾ ഉപരി ആത്മാർത്ഥത, പഠിപ്പിക്കുന്ന കുട്ടികളോടുള്ള ആത്മാർത്ഥത. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ റിയാലിറ്റി ഷോയ്ക്ക് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണശ്രീയെ ഏൽപ്പിച്ചുകൊള്ളൂ. നിശ്ചയമായിട്ടും ആ കുട്ടിക്ക് ഒരു വലിയ ഭാവി ഉണ്ടായിരിക്കും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. അത്രയ്ക്ക് മിടുക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സുഹൃത്തിൻ്റെ മോളും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഭയങ്കര ഡെഡിക്കേഷനാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. പിന്നെ കൃഷ്ണശ്രീക്ക് ഓൺലൈൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓൺലൈനായിട്ട് ചേരാം. കൃഷ്ണശ്രീയുടെ നമ്പർ കൃഷ്ണശ്രീ പാടുമ്പോൾ അതിനകത്ത് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃഷ്ണശ്രീയുടെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞില്ലേ, UK, അമേരിക്ക, കാനഡ, ഇറ്റലി, സിംഗപ്പൂർ, ഗൾഫ് നാടുകൾ, പിന്നെ ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കുട്ടികളാണ് ഓൺലൈനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എന്ത് മിടുക്കിയായിരിക്കും. അങ്ങനെ രാധേ രാധേ ചാനലിനെ വളരെയധികം സ്നേഹിക്കുന്ന, രാധേ രാധേ ചാനലിന് വേണ്ടി എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഉടൻ പാടിത്തരുന്ന കൃഷ്ണശ്രീ. ആ കൃഷ്ണശ്രീ അതിമനോഹരമായി പാടുന്നത് കേട്ടുകൊള്ളൂ. ശ്രോണീസ്ഥലം മൃഗഗണാഃ പദയോർനഖാസ്തി ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലാഃ വിപ്രാദിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധീതേ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചേട്ടെ. ശ്രോണീസ്ഥലം മൃഗഗണ പഥയോർ നഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം
വദനാബ്ജ ബാഹു ചാരു യുഗ്മചരണം കരുണാം കരുണാംബുദേ തേ. അർത്ഥം എഴുതിക്കോ. ശ്രോണി സ്ഥലം, അരക്കെട്ടിൻ്റെ പിൻഭാഗം. ശ്രോണി സ്ഥലം, അരക്കെട്ടിൻ്റെ പിൻഭാഗം. മൃഗഗണ, മൃഗങ്ങളുടെ കൂട്ടം. അർത്ഥം എഴുതിക്കൊള്ളേ. മൃഗഗണ, അർത്ഥം മൃഗങ്ങളുടെ കൂട്ടം. പദയോ, പാദത്തിലെ. പദയോ, പാദത്തിലെ. നഖ, നഖങ്ങൾ. തേ, അങ്ങയുടെ. തേ, അങ്ങയുടെ. ഹസ്തി, ആന. ഉഷ്ട്ര, ഒട്ടകം. ഉഷ്ട്ര, ഒട്ടകം. സൈന്ധവ, കുതിര. സൈന്ധവ മുഖ, കുതിര മുതലായവ. സൈന്ധവ മുഖ, കുതിര മുതലായവ. ഗമനം തൂ, അങ്ങയുടെ സഞ്ചാരം. ഗമനം തൂ, അങ്ങയുടെ സഞ്ചാരം. കാല, കാലമാകുന്നു. വിപ്രാതി, ബ്രാഹ്മണർ തുടങ്ങിയ. വിപ്രാതി, ബ്രാഹ്മണർ തുടങ്ങിയ. വർണ്ണഭവനം, 4 വർണ്ണങ്ങളുടെ. വർണ്ണഭവനം എന്ന് പറയുമ്പോൾ 4 വർണ്ണങ്ങളുടെ. വദനം, വദനം മുഖം. അബ്ജം, താമര. ബാഹു, കൈകൾ. ചാരു, മനോഹരമായ. ഊരു, തുടകൾ. യുഗ്മ, 2. ചരണം, പാദങ്ങൾ. കരുണാംബുദേ, കരുണക്കടലായ ഗുരുവായൂരപ്പ. കരുണക്കടലായ അല്ലയോ ഗുരുവായൂരപ്പ. ആദ്യം ഈ വരികളുടെ അർത്ഥം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. കരുണക്കടലായ അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനെ, അങ്ങയുടെ അരക്കെട്ടിൻ്റെ പിൻഭാഗമാണല്ലോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മൃഗങ്ങളെല്ലാവരും. ഭഗവാനെ, അങ്ങയുടെ പാദത്തിലെ നഖങ്ങളാണല്ലോ ആന, ഒട്ടകം, കുതിര മുതലായ 4 മുഴുവനും. ഭഗവാനെ, അങ്ങ് സഞ്ചരിക്കുന്നത് കൊണ്ടാണല്ലോ കാലമുണ്ടാകുന്നത്. നമ്മുടെ വർഷവും ദിവസവും ഒക്കെ ഉണ്ടാകുന്നത്, മാസം ഇതൊക്കെ ഉണ്ടാകുന്നത് ഭഗവാൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അങ്ങയുടെ താമര പോലുള്ള മുഖം, അതാണ് ഭഗവാന്റെ താമര പോലുള്ള മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണര് ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയര് ജനിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഭഗവാന്റെ മുഖമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ കൈകളാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ തുടകളിൽ നിന്നാണ് വൈശ്യര് ജനിച്ചിരിക്കുന്നത്. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ തുടകളിൽ നിന്നാണ് വൈശ്യര് ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ശൂദ്രര് ജനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ബ്രാഹ്മണരും ക്ഷത്രിയരും പിന്നെ വൈശ്യരും ശൂദ്രരും എല്ലാം ആരുടെ ഭാഗം തന്നെയാണ്? ഭഗവാന്റെ പാദം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ മുഖമാണ് ആരെന്ന, ഭഗവാൻ തന്നെയാണ് ഇവരെല്ലാം. അപ്പോൾ ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, അപ്പോൾ ഭഗവാന്റെ മുഖം ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകൾ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളാണ് വൈശ്യര്, ഭഗവാന്റെ പാദങ്ങളാണ് ശൂദ്രര്. ഇനി നമുക്ക് ഓരോ വരിയും കീറി മുറിച്ച് പരിശോധിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രോണീസ്ഥലം മൃഗഗണ പദയോ നഖാസ്തേ. ശ്രോണീസ്ഥലം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന്റെ പുറകുവശം. മൃഗഗണ, മൃഗങ്ങളുടെ കൂട്ടമാണ്. പദയോ, പാദത്തിലെ. നഖ, നഖങ്ങൾ. തേ, അങ്ങയുടെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ഗുരുവായൂരപ്പൻ, ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അരക്കെട്ടിന്റെ പുറകുവശമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല മൃഗങ്ങളും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7.77 ദശലക്ഷം ജന്തുജാലങ്ങളുണ്ട്. ഈ 7.7 ദശലക്ഷം 77 അതൊരു കൃത്യകണക്കൊന്നുമില്ല, ഞാൻ എപ്പോഴും മുമ്പൊന്ന് വായിച്ചിട്ടുണ്ട്, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം ദശലക്ഷക്കണക്കിന് മൃഗങ്ങൾ മുഴുവനും ഭഗവാന്റെ അരക്കെട്ടിന്റെ പിൻഭാഗമാണ്.
ഈ മൃഗങ്ങളിൽ വളർത്തു മൃഗങ്ങളുണ്ട്, കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുണ്ട്, കാണാൻ അഴകുള്ളവയുണ്ട്, ശാന്തശീലരായ മൃഗങ്ങളുണ്ട്, ഘോരരൂപികളായ മൃഗങ്ങളുണ്ട്, കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന ജന്തുക്കളുണ്ട്. ഇപ്പൊ ചിലന്തിയൊക്കെ നിങ്ങൾക്ക് അങ്ങനല്ലേ, കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന ജന്തുക്കളുണ്ട്. അപ്പൊ ഈ ചിലന്തിയും ഇതെല്ലാം ഒരു മൃഗമാണ് നമ്മുടെ ഇതിനകത്ത്, സയൻസ് പരമല്ല, അല്ലാതെ ആധ്യാത്മികപരമായിട്ട്. അപ്പം കണ്ടാൽ അറപ്പ് തോന്നിക്കുന്നവയുണ്ട്, ഘോര ദംഷ്ട്രങ്ങള് ഉള്ളവയുണ്ട്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മനോഹരമായിട്ടുള്ള മാന്, മുയല് കണ്ടിട്ടില്ലേ, നല്ല ശാന്തശീലരാണ് അവരൊക്കെ. മാന്, മയില്, മുയല് കണ്ടോ, ഇവരൊക്കെ നല്ല ശാന്തശീലരാണ്. ഇത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതേ കണക്ക് തന്നെ പുലി, കടുവ തുടങ്ങിയ ഘോര ജീവികളുണ്ട്, അതും ഭഗവാൻ തന്നെയാണ്. പാമ്പുകൾ, 8 അടി മൂർഖനും ഇല്ലേ, ശംഖു വരയനും അങ്ങനെയൊക്കെയുള്ള പിന്നെ പെരുമ്പാമ്പും, ഇതും ഭഗവാൻ തന്നെയാണ്. ഇനി വലിയ ജന്തുജാലങ്ങളല്ല, കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന ചെറുത് തൊട്ടെടുക്കാം നമുക്ക്. ചിലന്തി കണ്ടില്ലേ, കണ്ടാൽ നമുക്ക് മിക്കവാറും പേർക്ക് അറപ്പെന്ന് പറഞ്ഞാൽ ഭഗവാൻ കൊടുത്ത രൂപമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജനങ്ങൾക്ക് അതിന് അറപ്പാണ് ചിലന്തി. അപ്പൊ അറപ്പുള്ള ജീവികള്, ചന്തമുള്ള ജീവികള്, ഘോര ജീവികള്, ശാന്തശീലര്, സകലതും ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അത്ഭുതപ്പെടുത്തുന്ന ജീവികൾ കൊണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, പാറ്റയ്ക്ക് തലയില്ലാതെ ഒരാഴ്ചയിൽ കൂടുതൽ വരെ ജീവിക്കാൻ പറ്റുമെന്ന്. അങ്ങനത്തെ അത്ഭുത ജീവികളുണ്ട്. പിന്നെ പകല് മാത്രം കണ്ണ് കാണാൻ പറ്റുന്ന ജീവികൾ, എന്തൊക്കെ അത്ഭുതങ്ങളാണ്. കരയിൽ ജീവിച്ചാൽ ചത്തുപോകും, കടലിൽ ജീവിച്ചാൽ ഒരു കുഴപ്പവുമില്ല. നമ്മളതേ സമയം കടലിൽ പിടിച്ചിട്ടാൽ ചത്തുപോകും, കരയിലാണെങ്കിൽ അങ്ങനെ. എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓർക്കുക, ഓരോ മൃഗവും ഭഗവാനാണെന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സിംഹവും ഭഗവാൻ, പുലിയും ഭഗവാൻ, പാമ്പും ഭഗവാൻ, പശുവും ഭഗവാൻ, കോഴിയും ഭഗവാൻ, സകലതും ഭഗവാനാണ്. അപ്പൊ കോഴിക്കാല് കടിച്ചു പറിക്കുമ്പോഴേ ഭഗവാന്റെ പിൻഭാഗമാ കടിച്ചു പറിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കോഴിക്കാല് കയ്യിൽ വെച്ച് ഇങ്ങനെ കടിച്ചു പറിക്കത്തില്ലേ? ഭഗവാന്റെ പിൻഭാഗം, അരക്കെട്ടിന്റെ പിൻഭാഗമാണ് നിങ്ങൾ കടിച്ചു പറിക്കുന്നത്. മീനിനെ പിച്ചി തിന്നുമ്പം ഭഗവാന്റെ പിൻഭാഗമാണ് പിച്ചി തിന്നുന്നത്. ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സാക്ഷാൽ ഭട്ടതിരിപ്പാട്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സാറേ ഞാൻ മനസ്സറിഞ്ഞിന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മനസ്സറിഞ്ഞിന്ന് വരെ ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, തലേന്നും അയല പൊരിച്ചതും കൊഞ്ചും എല്ലാം കയറ്റിയിട്ടിരിക്കുക. ഈ പറയുന്ന സമയത്തോ കോഴിക്കാല് കടിച്ച് പറിച്ചിട്ടാ പറയുന്നത്, മനസ്സിലായില്ലേ? കോഴിയുടെ കാല് കടിച്ച് പറിച്ചിട്ടാ പറയുന്നത്. ഞാൻ അറിഞ്ഞ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഇന്ന് വരെ ഞാൻ ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. എന്നിട്ട് പറയും ഈ കാലിന്റെ ഈ ഭാഗമേ കോഴിയുടേത് വെന്തില്ല കേട്ടോ, ഇച്ചിരിയും കൂടെ മസാല വേണം. കണ്ടോ, നിങ്ങൾ എത്ര പേരെയാണ് ഒരു ദിവസം ദ്രോഹിക്കുന്നതെന്നറിയാമോ? അപ്പൊ പറയും ഞങ്ങൾ കൊല്ലുന്നില്ല, നിങ്ങൾ തിന്നുന്നോണ്ടാ ബാക്കിയുള്ളവർ കൊല്ലുന്നത്. കൊല്ലുന്നവനേക്കാൾ വലിയ കുഴപ്പമാണ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതെന്നറിയുക. നമ്മളങ്ങനല്ല, കൊന്നാൽ പാപം തിന്നാ തീരും, പിന്നെ നമുക്ക് തിന്നണ്ടേ? മത്സ്യം കഴിക്കാത്ത എത്രയോ പേര് ജീവിക്കുന്നു, ഇറച്ചി കഴിക്കാത്ത എത്രയോ പേര് ജീവിക്കുന്നു. അപ്പൊ ഈ ഭഗവാന്റെ പിൻഭാഗം കടിച്ച് തിന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഒരു കോഴിയെ കൊണ്ടുവന്നിങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ കഴുത്തിങ്ങനെ അറുത്ത് മാറ്റിയാണ്. ഒരു പശുവിനെയോ പോത്തിനെയോ ആടിനെയോ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലയ്ക്ക് അടിച്ചു കൊല്ലുകയാണ്. നിങ്ങൾക്ക് പാപമൊക്കെ എവിടെ കൊണ്ട് തൊലയ്ക്കും? പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നത്? നിങ്ങൾ എത്ര ജീവികളെ തിന്നിട്ടുണ്ടോ? അപ്പോൾ ഓരോ വെട്ടവും ഒരു ജീവിയെ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ ആത്മാവ് പിടയും. അപ്പൊ അതിന് കൊല്ലാൻ കൊന്നവന്റെയും കൊല്ലാൻ കാരണക്കാരനായവന്റെയും ആത്മാവ് പിടയും. അതാണ് നിന്റെ ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ 500 മീനും 500 കോഴിയും തിന്നിട്ടുണ്ടെങ്കിൽ 1000 അപ്പൊ 1000 തവണ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായി പടഞ്ഞില്ലേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ തന്നെ കൊല്ലാനായിട്ട് പോകുമ്പോൾ ഒരു കോഴിയുടെ ഹൃദയവേദന, ആ വേദന നിങ്ങൾ അനുഭവിക്കും. എങ്ങനെ? മോടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ മോൻ അങ്ങോട്ട് പോയി ആക്സിഡന്റിൽ അങ്ങനെ പറ്റി, മോന് ജോലിയില്ല, നിങ്ങൾക്ക് രോഗം, അങ്ങനെ കിടന്ന് നമ്മൾ അലഞ്ഞു പോകും.
അപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സകല മൃഗങ്ങളും ഭഗവാന്റെ പിൻഭാഗമാണെന്ന് മനസ്സിലാക്കി എല്ലാ മൃഗങ്ങളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. ഭഗവാന്റെ പാദങ്ങളാകട്ടെ പാദത്തിൻ്റെ നഖങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് പാദത്തിൻ്റെ നഖങ്ങളെ കുറിച്ച് 2-ാം വരിയിലാണ് വ്യക്തമാക്കുന്നത്. 1-ാം വരി ഭഗവാന്റെ പാദത്തിൻ്റെ നഖങ്ങൾ എന്ന് പറഞ്ഞ് നിർത്തി 2-ാം വരി തുടങ്ങുകയാണ്. ഇനി നമുക്ക് 2-ാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ 2-ാമത്തെ വരി? ഹസ്ത്യുഷ്ട്ര സൈന്ധവ മുഖാഗമനം തുകാല. ഹസ്തി അർത്ഥം ആന, ഉഷ്ട്ര ഒട്ടകം, സൈന്ധവ മുഖ കുതിര മുതലായവ, ഗമനം സഞ്ചാരം, തു അങ്ങയുടെ, കാല കാലമാകുന്നു. അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാനെ, അങ്ങയുടെ പാദത്തിലെ നഖങ്ങളാണ് ആന, ഒട്ടകം, കുതിര തുടങ്ങിയ നാൽക്കാലികളെല്ലാം. ഭഗവാന്റെ സഞ്ചാരത്തിലൂടെയാണ് കാലം രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസം, മാസം, വർഷം ഇതൊക്കെ ഭഗവാൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല നാൽക്കാലികളും ഭഗവാന്റെ നഖങ്ങൾ മാത്രമാണെന്നറിയുക. അതായത് ആനയുണ്ട്, ഇല്ലേ, ഒട്ടകം, കുതിര, പിന്നെ ഗോക്കള്, 4 കാലിൽ നടക്കുന്ന സകലതുമാരാകുന്നു ഭഗവാന്റെ പാദത്തിലെ നഖങ്ങൾ. ഈ നാൽക്കാലികളിൽ തന്നെ ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ആന എന്ന് പറയുന്നത്. ആന, അതായത് ഭൂമിയിൽ ആനയായി വരുന്നത് ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ ഗുരുവായൂരമ്പലത്തിൽ ആനയായി ഭഗവാന്റെ തിടമ്പേറ്റാൻ ഭാഗ്യം കിട്ടുന്നവരെല്ലാം ആരാണെന്നറിയാമോ? വിഷ്ണു ലോകത്തെ ഭഗവാന്റെ പാർഷദന്മാരാണ്. ഗുരുവായൂരമ്പലത്തിൽ ആനയെ നേർച്ചയ്ക്ക് കൊടുക്കുമ്പോൾ വിചാരിക്കുക, അത് വിഷ്ണു ലോകത്തെ ഭഗവാന്റെ പാർഷദന്മാരേറെ പ്രിയപ്പെട്ടവരാണ്. കാരണം ഭഗവാന് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ തൻ്റെ വിഷ്ണു ലോകത്തെ പാർഷദന്മാർ വേണം അകമ്പടിയായിട്ട്. ഭൂമിയിലെ മനുഷ്യന്മാർ പോരാ. അതാണ് അതിൻ്റെ പ്രശ്നം. മനുഷ്യനൊക്കെ പുറവിന് ഹരേ രാമ പാടിക്കൊണ്ട് വന്നു. അത് പുറവിന്. കാരണം ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഈ ഹരേ രാമ പാടുന്നവൻ്റെ സ്വഭാവം എന്താണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തൻ്റെ തിടമ്പ് വഹിക്കാനായിട്ട് വിഷ്ണു ലോകത്തെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ ഭഗവാന്റെ തിടമ്പേറ്റാൻ വന്നവരിൽ തന്നെ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട പാർഷദനാണ് ഗുരുവായൂർ കേശവൻ എന്ന് പ്രശസ്തനായത്. ഏതാണ്ട് 1922 ജനുവരി 4-നാണെന്നാണ് എൻ്റെ ഓർമ്മ. നിലമ്പൂർ രാജകുടുംബമാണത് ദാനം ചെയ്തത്. എന്തൊരു തലയെടുപ്പാണതിന്. 3.2 മീറ്ററിലധികം ഉയരമുള്ള ഏക ആനയാണ്. അവനോളം ഉയരമുള്ള ഒരു ആന എങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. ഭക്തിയുടെ കാര്യത്തിലോ മനുഷ്യനേക്കാൾ കേമനാണ്. കേമൻ. ഗുരുവായൂർ കേശവന്റെ അവസാന കാലഘട്ടം വരെ വേറെ ആരും തിടമ്പേറ്റാനായിട്ട് അർഹരായിട്ടില്ലല്ലോ. ഗുരുവായൂർ കേശവൻ ഭഗവാൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയണമെങ്കിൽ മരണ ഡേറ്റ് എടുത്താൽ മതി. 1976 ഡിസംബർ മാസം 2-ാം തീയതി ഗുരുവായൂർ ഏകാദശിയുടെ അന്നാ മരിക്കുന്നത്. പരമ പുണ്യം. നേരെ അങ്ങ് വിഷ്ണു ലോകത്തേക്ക് പോവുക. ഭഗവാൻ, അത് കേശവന്റെ, ഗുരുവായൂർ കേശവന്റെ ചരമവാർഷികം ഇന്നും ഗുരുവായൂർ ദുഃഖാചരണമായി കൊണ്ടാടും. ഗുരുവായൂർ കേശവൻ മരിച്ച ദിവസം മറ്റാനകൾ മാലയുമായി വന്ന് ഗുരുവായൂർ കേശവന്റെ പ്രതിമയിൽ ചാർത്തുമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കെ. ഗുരുവായൂർ അമ്പലത്തിൽ പോയി പൊഴുന്ന നമ്മൾ വലിയ ഭക്തരെന്നും പറഞ്ഞ് നടക്കുന്ന നമ്മൾ, ഇവിടുത്തെ വലിയ ഋഷിമാര്, ഇവരാരെങ്കിലെയും മരിക്കുന്ന ദിവസം ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോകുമോ? ഒരിക്കലുമില്ല. അവർ കൊണ്ടാടുകയേയില്ല. ഏതാണ്ട് 76 ഗുരുവായൂർ ഒരു ഏകാദശി കാലത്ത് ദേവീ ഘോഷയാത്രയ്ക്കിടയിലാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ ഒരു വിറയൽ അനുഭവപ്പെടുന്നു. അവിടുന്ന് അപ്പോഴേ എന്ത് ചെയ്യുന്നു? ആനയെ കെട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റുന്നു. അന്ന് മൊത്തം ഉപവസിക്കുകയാണ്. അത് ആലോചിക്കുക. രാത്രി മുഴുവനും ഉപവസിച്ചു. ഡിസംബർ 2-ാം തീയതി മരിക്കുന്നതിൻ്റെ അന്ന് ഉപവസിക്കുകയാണ്. ഉപവസിക്കുക മാത്രമല്ല, ആ ദിവസം മുഴുവനും ക്ഷേത്രം നിൽക്കുന്ന
ഗുരുവായൂരപ്പൻ്റെ ഭാഗത്തേക്ക് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് ആ പ്രണാമത്തിലൂടെ മരിക്കുകയാണ് ഭഗവാനെ സ്മരിച്ചുകൊണ്ടെന്ന് ആലോചിച്ചു നോക്കെ. ഗുരുവായൂർ അന്ന് ഉപവസിച്ച്, നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? മരിക്കുന്ന സമയത്ത് ഉപവസിച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദിക്കു നോക്കി മരിക്കാൻ? ചിലപ്പം മരിക്കുന്ന ഓർമ്മ പോലും കാണത്തില്ല. ഐശ്വര്യക്കകത്ത് മൂക്കിനകത്തൂടെ ഒക്കെ കയറ്റിയിട്ടായിരിക്കുമല്ലോ നമ്മളൊക്കെ കിടക്കുന്നത്, ആർക്കറിയാം ഭഗവാനേ. അപ്പം ഗുരുവായൂർ കേശവൻ അങ്ങനെ ഉപവസിക്കുകയും ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേർക്ക് പ്രണമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആനകൾ, അപ്പം സകല ആനകളും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. എങ്കിലും ഏറ്റവും വിശ്വസ്തർക്ക് മാത്രമേ ഗുരുവായൂർ അമ്പലത്തിൽ എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഒരാനയായി പിറക്കണേ എന്ന് നല്ല ഭക്തന്മാര് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഗോക്കള് പറയണ്ട, ഭഗവാൻ ഗോപാലകനാണല്ലോ. കുതിരകള്, അങ്ങനെ നാൽക്കാലി മൃഗങ്ങളെല്ലാം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ്. പിന്നെ കാലം നമ്മൾ പറയും ഇല്ലേ, തിങ്കൾ പോയി ചൊവ്വ വന്നു, ജാനുവരി ഫെബ്രുവരി മാർച്ച്, 10 വയസ്സായി 50 വയസ്സായി. ഇതാണ് കാലം. ഇത് ഭഗവാന്റെ പാദത്തിന്റെ ചലനമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഭഗവാൻ തൻ്റെ പാദമെടുത്തൊന്ന് മുമ്പോട്ട് വയ്ക്കുന്നു. ആ മുമ്പോട്ട് വയ്ക്കുന്ന അത്രയും സമയമാകുമ്പോൾ ഭൂമിയിലെ 1000 വർഷമായി. ഞാൻ വെറുതെ പറഞ്ഞതാണ് 1000 എന്ന്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. മനസ്സിലായില്ല? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമല്ല, അത് കൃത്യമായിരോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് കാലം എന്ന് പറയുന്നത്. ഭഗവാന്റെ ചലനമാണ് കാലം. ഭഗവാൻ തൻ്റെ പാദമെടുത്ത് മുമ്പോട്ടങ്ങോട്ട് വെക്കാനെടുക്കുന്ന സമയം, ആ സമയം ഭൂമിയിലെ ഏതാണ്ട് 1000 വർഷമായി. അപ്പോൾ ഭഗവാന്റെ ചലനമാണ് ഈ ഭൂമിയിലെ കാലമെന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ് മൂന്നാമത്തെ വരി? വിപ്രാതി വർണ്ണ ഭവനം വദനാബ്ജബാഹു. വിപ്രാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണഭവനം, 4 വർണ്ണങ്ങളുടെ ഉൽപ്പത്തി. ഭവനം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, 4 വർണ്ണങ്ങൾ ഉത്ഭവിച്ചത്. അതായത് നിനക്കറിയാമല്ലോ, ബ്രാഹ്മണ്യം, പിന്നെ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. എന്താണ്? വദനം മുഖം, അബ്ജം താമര, ബാഹു അർദ്ധം കൈകള്. അതായത് ഭഗവാന്റെ താമര പോലെ മനോഹരമായ മുഖമാണ് ബ്രാഹ്മണര്. ഭഗവാന്റെ കൈകളാണ് ആരെന്ന് പറയുന്നത്? ക്ഷത്രിയര്. ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവിടെ 4 വർണ്ണങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ആദ്യം ബ്രാഹ്മണനെ വിപ്രൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. വിപ്രൻ എന്ന വാക്കിന്റെ അർത്ഥം ഉത്സാഹി. എന്തിൽ ഉത്സാഹി? ഭഗവാനെ പൂജിക്കുന്ന കാര്യത്തിൽ ഉത്സാഹി. ഭഗവാനെ പൂജിക്കുന്ന കാര്യത്തിൽ ആരാണോ ഉത്സാഹിക്കുന്നത് അവനാണ് വിപ്രൻ. അവനാണ് ആരെന്ന് പറയുന്നത്? ബ്രാഹ്മണൻ. ബ്രാഹ്മണന് ദ്വിജൻ എന്നൊരർത്ഥവുമുണ്ട്, രണ്ടാമതും ജനിച്ചവൻ എന്നർത്ഥം. സംസ്കൃതത്തില് ബ്രഹ്മൻ എന്ന വാക്കിന് ദൈവീക ശക്തി എന്നൊരർത്ഥമുണ്ട്, പരമാത്മാവ് എന്നൊരർത്ഥമുണ്ട്. ഈ ബ്രഹ്മൻ എന്ന വാക്കിൽ നിന്നാണ് സത്യത്തിൽ ബ്രാഹ്മണൻ എന്ന പേര് ഉണ്ടായത്. അപ്പൊ ദൈവീക ശക്തി, പരമാത്മാവ്, അതിൻ്റെ അംശമുള്ളവൻ, അതിനെക്കുറിച്ച് അറിവുള്ളവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്രാഹ്മണന്റെ ജോലികൾ? ഒന്ന്, വേദങ്ങൾ പഠിക്കുക. ബ്രാഹ്മണന്റെ ജോലി അതാണ്. വേദങ്ങൾ പഠിക്കണം, വേദങ്ങൾ പഠിപ്പിക്കണം, യാഗങ്ങൾ നടത്തണം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തണം, സ്വാത്വികരായി ജീവിക്കണം. ഇതാണൊരു ബ്രാഹ്മണന്റെ കടമ. ഈ ബ്രാഹ്മണൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖമാകുന്നു. ഭഗവാൻ കൃഷ്ണന്റെ മുഖമാകുന്നു. എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ ശ്രേഷ്ഠൻ? അത് പുരാണപരമായി പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖമാണ് ആരെന്ന് പറയുന്നത് ബ്രാഹ്മണൻ. അതുകൂടാതെ നമുക്ക് പറയാൻ പറ്റും, കുഞ്ഞുനാൾ തൊട്ടേ ദൈവീക ചിന്ത മാത്രം, അതിലൂടെ കൊച്ചുനാൾ തൊട്ടേ ദൈവീക ചിന്തയാണ് ഒരു ബ്രാഹ്മണനിൽ നിറയ്ക്കുന്നത്. അപ്പൊ ദൈവീക ചിന്ത മാത്രം ഇങ്ങനെ മുഴുകി മന്ത്രങ്ങൾ ഉരുവിട്ട് അങ്ങനെ ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. കുഞ്ഞുനാൾ തൊട്ടേ മന്ത്രങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കും, വേദങ്ങൾ പഠിപ്പിക്കും. അപ്പൊ അവൻ്റെ ഒരു ജീവിതം ഈ ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും
ജീവിത രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ക്ഷത്രിയനും വൈദ്യനും ശൂദ്രനും ഒക്കെ അവൻ്റെ കുഞ്ഞിനെ ഓമനിക്കുകയും അങ്ങനെ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുകയും അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നു. ഈ സമയത്തൊക്കെ കിട്ടുമ്പോഴൊക്കെ ചെവിയിൽ വേദമന്ത്രങ്ങൾ പറയും, അവനെ കൊണ്ട് വേദങ്ങൾ ചൊല്ലിപ്പിക്കും. ഇതാണ് ബ്രാഹ്മണന്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ മേന്മ ദൈവത്തിന് വേണ്ടി മറ്റ് ലൗകിക സുഖങ്ങളെ ത്യജിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആലോചിക്കുക, നേരം പരപരാ വെളുക്കുന്നതിന് മുമ്പ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ, അതായത് തണുത്ത ജലത്തിൽ കുളിച്ച് ഒരു ഒറ്റമുണ്ട് മുടുത്ത അമ്പലത്തിലേക്ക് കയറുകയാണ്. പിന്നെ ആ മനുഷ്യന്റെ ലോകം മുഴുവനും ആ അമ്പലമാണ്. നിങ്ങൾ എന്തൊക്കെ എൻജോയ്മെൻറ്റാ. നിങ്ങൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വന്നാൽ അതിൻ്റെ മുമ്പിലിരിക്കും, വേൾഡ് കപ്പ് പിന്നെ ഫുട്ബോൾ വന്നാൽ അതിൻ്റെ മുമ്പിലിരിക്കും, നിങ്ങൾ ലീവ് എടുത്തിട്ട് വന്നിരിക്കും, സന്ധ്യയ്ക്ക് നിങ്ങൾ TV കാണും. ഇത്തരത്തിൽപ്പെട്ട ഒരു എൻജോയ്മെൻറ്റും ഒരു പാവം ബ്രാഹ്മണനില്ല. മനസ്സിലായില്ലേ? അവൻ, നിങ്ങൾ വേൾഡ് കപ്പ് കാണുമ്പോഴും അവൻ അമ്പലത്തിൽ ഭഗവാന് പൂജ നടത്തി, അവൻ്റെ ലോകം തന്നെ അതാണ്. കാര്യം പിടികിട്ടിയില്ലേ? ഒരു ബ്രാഹ്മണൻ സത്യത്തിൽ ഷർട്ട് ഇടുന്നത് പോലും ഒരു 2-3 മണിക്കൂറായിരിക്കും. കാരണം അമ്പലത്തിൽ കയറിയ ഷർട്ടില്ല, വെറും ഒരു ഒറ്റമുണ്ട് ഉടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് നടയടച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ഒരു ഷർട്ട് എടുത്തിടുന്നത്. അത് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളങ്ങ് ഊരിയിടുകയും ചെയ്യും. വീണ്ടും അമ്പലത്തിൽ എത്തുന്നത് വരെ ഒരു ഷർട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ ഷർട്ടിടുന്ന സമയം പോലും വളരെ ചുരുക്കമാണ്. അപ്പം അവർ വളരെ ശാന്തരാണ്, ആരോടും എന്ത് ചെയ്യാറില്ല, തർക്കിക്കാൻ പോകാറില്ല. ഇന്നുവരെയുമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശബരിമല മേൽശാന്തി, ശബരിമലയിലെ സ്ത്രീകളെ കയറ്റുന്ന വിഷയം വന്നപ്പോൾ നമ്മുടെ ഈ ചാനലുകാർ ശബരിമല മേൽശാന്തി ബാലമുരളി, കൊല്ലത്തുള്ള പുതുകാവിലെ, അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹം ആരുമായും തർക്കിക്കാൻ പോകുന്നില്ല. പാവം മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുക മാത്രമാണ്, അല്ലാതെ മറ്റൊരാളുമായി ഒരിക്കലും. ഈ ചാനലങ്ങ് അവതാരകരെന്ന് പറഞ്ഞാൽ ഇല്ല, എന്താ പറയേണ്ടതെന്ന് ഒരു വിവരമില്ലാത്തവരാണ് കിടത്തിന് ചിലപ്പാണ്. പക്ഷെ അദ്ദേഹം അതിനൊന്നിനും പോകുന്നില്ല. അദ്ദേഹം വളരെ ശാന്തമായി ഇരിക്കുകയാണ്. അവരൊരിക്കലും തർക്കിക്കാൻ പോകില്ല. നമ്മളുടെ ഇങ്ങോട്ട് തർക്കിക്കാനോ ദേഷിക്കാനോ വരുന്നവരുമായിട്ട് വലിയ ഇതിനവർ പോകത്തതും ഇല്ല. ഇന്നുവരെയും ഒരു ബ്രാഹ്മണൻ ആരെയും കൊന്നതായി കേട്ടിട്ടില്ല, അല്ലേ? ഒരു ബ്രാഹ്മണൻ ഒരാളെ കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു എന്ന് കേട്ടിട്ടില്ല. അവർ മറ്റുള്ളവരെ കണക്ക് തെറിയും വിളിക്കത്തില്ല. ഭയങ്കര ദേഷ്യം വന്ന അവർ പറയുന്ന ഒരു വാക്കാണ് ഏഭ്യൻ. പക്ഷേ എന്തുകൊണ്ടോ ക്രൂരമായ വിമർശനത്തിന് വിധേയരാകുന്നവരാണ് ഇന്ന് ബ്രാഹ്മണൻ. സത്യത്തിൽ അസൂയ കൊണ്ടാണ് മറ്റുള്ളവർ ബ്രാഹ്മണനെ വിമർശിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളും ഒരു ബ്രാഹ്മണനാകാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ഓർമ്മിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാലും ശ്രീകോവിലിന്റെ പുറത്ത്, ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാലും എന്താണ്, ആ ശ്രീകോവിലിന്റെ പുറത്ത് ഭവ്യതയോടുകൂടി നിൽക്കത്തതേ ഉള്ളൂ, തിരുമേനിയെയും കാത്ത്, അല്ലേ? അതൊരു മഹത്വം തന്നെയാണ്. അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന് അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് ഒരു ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അവനോട് അസൂയ പുലർത്തിയിട്ട് കാര്യമില്ല. മറ്റു പലർക്കും വളരെ തുറന്നു പറയാമല്ലോ, മറ്റു പലർക്കും അത് ബ്രാഹ്മണനോട് വലിയ അസൂയ ഉണ്ടെന്ന്. അതിനുകൊണ്ട് അവർ കുറെ ന്യായങ്ങളോ, ആരാണ് ബ്രാഹ്മണൻ, പൂണൂരിട്ടാൽ ബ്രാഹ്മണനാകില്ല, ഇതൊരു അസൂയയിൽ നിന്ന് വരുന്നതാണ്. പൂണൂരിട്ടാ ബ്രാഹ്മണനാകും. ഇവർ കുറെ കാര്യങ്ങളാ. ബ്രഹ്മം എന്തെന്നറിയുന്നു, അത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വേറെ വലിയ കാര്യമാണ്. ഈ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ കൊച്ചുനാൾ തൊട്ടേ ഈ പൂണൂരിടുന്നവനെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ നാട്ടില് ബ്രാഹ്മണൻ ഒരു വലിയ ആളല്ല, അല്ലെങ്കിൽ അവനെ ബഹുമാനിക്കപ്പെടേണ്ടതല്ലെന്ന് പറയാൻ മറ്റുള്ളവര് ആരാണ് ബ്രാഹ്മണൻ, പൂണൂലിട്ട ബ്രാഹ്മണനാകൂ, ഇതൊക്കെ പറയാറുണ്ട്. അങ്ങനല്ല, നമ്മളും കൂടെ ഒരു ബ്രാഹ്മണനാകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് സുരേഷ് ഗോപി സാർ പറഞ്ഞത്, അടുത്ത ജന്മം എനിക്കൊരു ബ്രാഹ്മണനായി വന്ന് ഭഗവാനെ പൂജിക്കാൻ കഴിയണം എന്ന് പറഞ്ഞത്. അതാണ്. അപ്പോ എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ ഈ ക്വാളിറ്റീസ് കിട്ടുന്നത്? ഭഗവാന്റെ മുഖമാണ്. അതായത് കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചെയ്ത സുഹൃതത്തിനനുസരിച്ചാണ് ഈ ജന്മം. കഴിഞ്ഞ ജന്മം നല്ല കർമ്മങ്ങൾ ചെയ്തവൻ ഭഗവാൻ ബ്രാഹ്മണ കുലത്തിൽ കൊണ്ടിടും. അല്പം അടി ഇടി അങ്ങനെയൊക്കെ നിൽക്കുന്നവനെയാണ് ക്ഷത്രിയ കുലത്തിൽ. നിങ്ങൾ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ്. ഇപ്പം ഒരു എന്താ പറയേണ്ടത്, നിങ്ങൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ
ഒരാൾ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നത് ഭഗവാന്റെ അനുവാദത്തോടല്ലേ? ഒരാൾ ശൂദ്രനായി ജനിക്കുന്നതും ഭഗവാൻ നിശ്ചയിച്ചതല്ലേ? അപ്പൊ ഭഗവാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ശൂദ്രനാകണം, ഇന്നാള് ബ്രാഹ്മണനാകണം എന്ന് നിശ്ചയിച്ചത്? അത് ഈശ്വര വിശ്വാസിയാണെങ്കിൽ അവന്റെ കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തിന്റെ ഫലമാണ്. അപ്പൊ നിങ്ങൾ ഇന്നു തൊട്ട് വെറുതെ ബ്രാഹ്മണനെ നിന്ദിക്കാതെ, ബ്രാഹ്മണനെ ആദരിച്ചില്ലേലും വേണ്ടിയില്ല, നിന്ദിക്കാതിരിക്കുക. ആദരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നിന്ദിക്കാതെങ്കിലും ഇരിക്കുക ബ്രാഹ്മണനെ. കാരണം ബ്രാഹ്മണൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖമാകുന്നു എന്ന സത്യം മനസ്സിലാക്കുക. ഇത് അറിഞ്ഞ് ബ്രാഹ്മണനും എന്ത് ചെയ്യുക, പെരുമാറുക. കേരളത്തിൽ പലപ്പോഴും ബ്രാഹ്മണര് മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നതിലേക്കും ഒക്കെ അങ്ങോട്ട് പോകാറുണ്ട്. അവരടുത്ത ജന്മം ശൂദ്രരായി തന്നെ വിളിക്കും. അവര് പൂണൂരിട്ടാലും ബ്രാഹ്മണനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മത്സ്യവും മാംസ്യവും ഒക്കെ കഴിക്കുന്ന ആള് പൂണൂരിട്ടാലും ആരല്ല, ബ്രാഹ്മണനല്ല. അങ്ങനെ നശിച്ചു പോകരുത്. ബ്രാഹ്മണനും അവന്റെ മഹത്വം അറിഞ്ഞ് പെരുമാറുക. പിന്നെ ക്ഷത്രിയനെ കുറിച്ചാണ്. ഭഗവാന്റെ കൈകളാണ് ക്ഷത്രിയനായി മാറിയത്. കക്ഷത്ര എന്നാണ് സംസ്കൃത വാക്ക്, അതായത് ക്ഷത്ര. ഈ ക്ഷത്ര എന്ന സംസ്കൃത വാക്ക്, അതിൽ നിന്നാണ് ക്ഷത്രിയൻ വന്നത്. ഇതിന്റെ അർത്ഥം ഭരണം അല്ലെങ്കിൽ അതുപോലെ അധികാരം എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലല്ലേ? ഋഗ്വേദം പറയുന്നു ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ക്ഷത്രിയന്മാര്. ക്ഷത്രിയന്റെ പ്രധാന ചുമതല സമൂഹത്തെ സംരക്ഷിക്കുക, ഭരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്ഷത്രിയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭരണവും പിന്നെന്താണ്, സംരക്ഷണവുമാണ്. അപ്പോൾ നമ്മുടെ നാടിനെ ഭരിക്കുന്നവരാണ് ക്ഷത്രിയന്മാര്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാര്, പിന്നെ സൈനികര്, ഇവരൊക്കെ ക്ഷത്രിയനാണ്. മനസ്സിലായില്ലേ? ഒരു സൈനികൻ, ഒരു ക്രിസ്ത്യാനി ഇന്ത്യൻ സൈന്യത്തിൽ സൈനികനായിട്ടുണ്ടെങ്കിലും അവൻ ക്ഷത്രിയനാണ്. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഈ ഹിന്ദുവിൽ മാത്രമാണ് ക്ഷത്രിയൻ, അങ്ങനെ നിങ്ങൾ കരുതരുത്. മനസ്സിലായി? നമ്മുടെ സൈന്യത്തിൽ ഒരു മുസൽമാൻ ഉണ്ടെങ്കിൽ അവനും ക്ഷത്രിയനാണ്. കാരണം സൈന്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ സേവിക്കുന്നവനാണ് ക്ഷത്രിയൻ. സത്യത്തിൽ നമ്മുടെ സൈനികരില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻകാർ നമ്മളെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകത്തില്ലായിരുന്ന. ഇവന്റെയൊക്കെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ സൈനികരാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഭരിക്കുന്നവർ. അപ്പൊ രാജാക്കന്മാരും മന്ത്രിമാരും സൈനികരുമാണ് ആരെന്ന് പറയുന്നത് ക്ഷത്രിയന്മാര്. ആ ക്ഷത്രിയന്മാരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. കാരണം അവര് ഭഗവാന്റെ കൈകളാകുന്നു. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. ചാരുയുഗ്മചരണം കരുണാംബുധേ തേ. ചാരു മനോഹരമായ ഊരു തുടകള് കണ്ടില്ലേ? പിന്നെന്താണ്? യുഗ്മ 2, ചരണം പാദങ്ങള്, കരുണാംബുദേ അല്ലയോ കരുണക്കടലായ ഗുരുവായൂരപ്പ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ തുടയാണ് വൈശ്യർ, അതായത് തുടയിൽ നിന്നാണ് വൈശ്യർ. ഭഗവാന്റെ പാദങ്ങളാണ് ശൂദ്രർ, അതായത് പാദങ്ങളിൽ നിന്നാണ് ആര് വന്നിരിക്കുന്നത്? ശൂദ്രർ. അപ്പോൾ ഓർമ്മിക്കുക, വൈശ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തുടയിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ തുട തന്നെയാണ് വൈശ്യരെന്ന് പറയുന്നത്. ഇവർക്ക് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവരുടെ ജോലിയായി നിശ്ചയിച്ചത്. പക്ഷേ കാലക്രമത്തിൽ ഇവർ വലിയ കച്ചവടക്കാരും പിന്നെ ഭൂ ഉടമകളുമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ കൃഷിക്കാര്, കന്നുകാലികളെ വളർത്തുന്നവര്, കച്ചവടക്കാര്, ഇവരൊക്കെയാണ് ആരെന്ന് പറയുന്നത്? വൈശ്യര്. ഈ കേരളത്തിലാണെങ്കിൽ ചെട്ടിയാര്, വാണിയര്, ഇവരൊക്കെ തനത് വൈശ്യരാണ്. ഇവരൊക്കെ ഭഗവാന്റെ തുടകളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പിന്നെ ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രര് വരുന്നത്. ശൂദ്രന്റെ ജോലി ബ്രഹ്മ, ക്ഷത്രിയ, വൈശ്യ, അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യുന്ന തൊഴിലാളികളാണ് ശൂദ്രര്. ഋഗ്വേദ പ്രകാരം വിരാട് പുരുഷന്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രൻ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ പാദത്തിന്റെ സ്ഥാനമുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ അടിസ്ഥാന വിഭാഗം. മനസ്സിലാക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോരുത്തരുടെയും ജോലിക്ക് അടിസ്ഥാനപ്പെടുത്തി ഒരു പേര് കൊടുത്തന്നേ ഉള്ളൂ. ഭഗവാനെ പൂജിക്കുകയും ദൈവിക കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവനെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചു. ഭരിക്കുകയും
സൈന്യത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനെ ക്ഷത്രിയൻ എന്ന പേര് വിളിച്ചു. കൃഷി ചെയ്യുന്നവൻ, കന്നുകാലി വളർത്തുന്നവൻ, കച്ചവടം ചെയ്യുന്നവനെ വൈശ്യൻ എന്ന പേര് വിളിച്ചു. അതേ കണക്ക് തന്നെ പിന്നെ ഏതാണ് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് വരുന്ന ശൂദ്രൻ, അതായത് ഈ 3 വർഗത്തിനും വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുന്ന തൊഴിലാളികളെ ശൂദ്രൻ എന്ന് വിളിച്ചു. ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല ഇതാണ് ബ്രാഹ്മണനാണ് ഏറ്റവും മേന്മ, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും കുറവെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള കുറേ ഭഗവാന്മാരുണ്ട്, അവർ പറയും വർണ്ണാശ്രമധർമ്മം ഭയങ്കര കുഴപ്പമാണ്, ഭഗവാൻ സൃഷ്ടിച്ച വർണ്ണാശ്രമധർമ്മത്തിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠൻ, ശൂദ്രൻ അങ്ങേയറ്റം താഴെയുള്ളവൻ, ഇതൊക്കെ ഇവിടെ ഉള്ളവർ നിർമ്മിക്കുന്നതാണ്. അതിനിപ്പോൾ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രവുമാണോ? ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രൻ ജനിച്ചിരിക്കുന്നത്. പാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നമസ്കരിക്കുന്നത് ഭഗവാന്റെ പാദത്തിലാണ്, അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യന്റെയും നിലനിൽപ്പ് തന്നെ ഈ ശൂദ്രനെ ആശ്രയിച്ചാണ്. അവൻ ജോലി ചെയ്തില്ല എങ്കിൽ പിന്നെ ഇവന്റെ കർമ്മങ്ങൾ എങ്ങനെ നടക്കും? അതുകൊണ്ട് വളരെ സവിശേഷമായ ഒരു വർഗമാണ് ആരെന്ന് പറയുന്നത്, ശൂദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഭഗവാൻ എങ്ങനെ പറയാൻ പറ്റും? എങ്കിലും ഇവിടെ ഉള്ളവരെന്ത് പറയും? ഭഗവാൻ വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, എന്നിട്ട് ബ്രാഹ്മണൻ ഉന്നത സ്ഥാനം. ഇതൊക്കെ പിന്നീട് കാലക്രമത്തിൽ വന്ന ചില മനുഷ്യർ, ഇങ്ങനെ പറയുന്ന മനുഷ്യരെ പോലുള്ള കുറെ മനുഷ്യര് അതങ്ങനെ ആക്കി അങ്ങ് മാറ്റിയതാണ്. ഭഗവാൻ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നോക്കെ, ബ്രാഹ്മണൻ ഇല്ലെങ്കിൽ പിന്നെ വൈദിക കർമ്മങ്ങള്, അമ്പലം, ആത്മീയമായ ഉയർച്ച എങ്ങനെ നടക്കും? ക്ഷത്രിയനില്ലെങ്കിൽ മറ്റുള്ളവൻ നമ്മളെ കയറി ആക്രമിച്ചില്ലാതാക്കത്തില്ലേ? കച്ചവടവും കൃഷിയും നടത്തിയില്ലെങ്കിൽ എങ്ങനെ ഭക്ഷിക്കും? ആ കച്ചവടക്കാരനും കൃഷിക്കാരനും വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ നടക്കും? അപ്പൊ ഈ 4 വർഗം ഈ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് അത്യാവശ്യമാണെന്ന് കരുതിയാണ് ഭഗവാൻ 4 വർണ്ണാശ്രമ ധർമ്മങ്ങളെ നിശ്ചയിച്ചത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കണക്ക് ഒരാൾക്ക് മേന്മ കൂടുതൽ, ഒരാൾക്ക് മേന്മ കുറവ് എന്നില്ല. പിന്നെ പൊതുവെ നമുക്ക് ആധ്യാത്മികതയോടും ഭഗവാനോടും ഒരു താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ സേവിക്കുന്ന പൂജാരിമാരോടും നമ്പൂതിരിമാരോടും നമുക്കൊരു മമതയുണ്ടായി. അതൊരു സത്യം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ഭഗവാനെ ശ്രീകൃഷ്ണ സ്വന്തം അരക്കെട്ടിന്റെ പിൻഭാഗത്തിൽ നിന്ന് മൃഗങ്ങളെ സൃഷ്ടിച്ച കൃഷ്ണ, ഗുരുവായൂരപ്പ സ്വന്തം പാദത്തിന്റെ നഖങ്ങളിൽ നിന്ന് ആന, ഒട്ടകം, കുതിര തുടങ്ങിയ 4 കാലികളെ സൃഷ്ടിച്ച ഭഗവാനെ, സ്വന്തം പാദത്തിന്റെ നഖങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച ആനയുടെ പുറത്ത് തിടം വെഴുന്നള്ളിച്ച് അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന് വലം വയ്ക്കുന്ന ഭഗവാനെ ശ്രീകൃഷ്ണ, സ്വന്തം പാദത്തിന്റെ ചലനം കൊണ്ട് കാലത്തെ സൃഷ്ടിച്ചവനെ, മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനെ സൃഷ്ടിച്ച് വൈദിക കർമ്മങ്ങൾ നടത്തിയ ഭഗവാനെ, കൈകളിൽ നിന്ന് ക്ഷത്രിയനെ സൃഷ്ടിച്ച് ഞങ്ങളെ ആ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്ന സൈനികരെ സൃഷ്ടിച്ച ഭഗവാനെ, കച്ചവടത്തിനും കൃഷിക്കും ഞങ്ങൾ കന്നം മുടങ്ങാതിരിക്കാൻ വേണ്ടി സ്വന്തം തുടയിൽ നിന്ന് വൈശ്യനെ സൃഷ്ടിച്ച ഭഗവാനെ, ഞങ്ങളെ അന്നം മുട്ടാതിരിക്കാൻ പാടുപെടുന്ന വൈശ്യനും ഞങ്ങളെ സംരക്ഷിക്കുന്ന ക്ഷത്രിയന്മാർക്കും വൈദിക കർമ്മങ്ങളിലൂടെ ആധ്യാത്മികത നിലനിർത്താൻ ശ്രമിക്കുന്ന ബ്രാഹ്മണനും വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ സൃഷ്ടിച്ച ശൂദ്രനെയും സൃഷ്ടിച്ച ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. അങ്ങയുടെ മഹത്വം അറിയാത്തവര് പലതും പറയും. പക്ഷേ ഭഗവാനെ, ഞങ്ങൾ ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, ആ ശൂദ്രന്മാരെ ഞങ്ങൾ നമസ്കരിക്കുന്നു കൃഷ്ണ. കാരണം പാദത്തിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത്. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ ആ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്നു. രാധാകൃഷ്ണ, രാധാസമേത കൃഷ്ണ, അനുഗ്രഹിക്കണേ ഞങ്ങളുടെ പൊന്ന് രാധാകൃഷ്ണ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ.
രാധേ 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 ഓ 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 രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.